സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമാപത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. 10% കുടിശ്ശികയാണ് അനുവദിച്ചത്. ഇത് മാർച്ചിലെ ശമ്പളത്തോടൊപ്പം കിട്ടും. കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തീർക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിന് മുൻകാല പ്രാബല്യമില്ല. പുതിയ ഉത്തരവ് പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് 35% നിരക്കിൽ DA ലഭിക്കും. കഴിഞ്ഞ ആഴ്ച അനുവദിച്ച 3% പിന്നാലെയാണ് ഇപ്പോൾ 10% കുടിശ്ശിക കൂടി അനുവദിച്ചിരിക്കുന്നത്. ഇതിലൂടെ ബജറ്റിൽ വാഗ്ദാനം ചെയ്ത 13% DA കുടിശ്ശികയും സർക്കാർ അനുവദിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശബരിമല കട്ടളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് A. പത്മകുമാറിന് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി കേസിൽ 90 ദിവസം റിമാൻഡ് പൂർത്തിയായതോടെയാണ് SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടി പത്മകുമാർ സ്വാഭാവിക ജാമ്യം തേടിയത്. സ്വാഭാവിക ജാമ്യം ലഭിച്ചെങ്കിലും ദ്വാരപാലക കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ പത്മകുമാറിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല. ദ്വാരപാലകയിലും 90 ദിവസത്തെ റിമാൻഡ് പൂർത്തിയാകുന്നതോടെ ജാമ്യം നീക്കം നടക്കും. ഇതുവരെ പുറത്തിറങ്ങിയ 6 പ്രതികളിൽ 4 പേർക്കും സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. പാനൂർ മേഖലയിൽ വീണ്ടും ബോംബ് സ്ഫോടനം. പാനൂരിലെ സെൻട്രൽ പൊയിലൂർ മേപ്പാട്ട് വീട് പുനർനിർമ്മാണത്തിനായി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടയിലാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കൊളവള്ളൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മണ്ണ് ശേഖരിക്കാനെത്തിയ ടിപ്പർ ലോറി ഡ്രൈവർ സുമിത് ലാലിനാണ് സ്ഫോടനത്തിൽ ബോംബിന്റെ ചീള് തെറിച്ച് പരിക്കേറ്റത്. ഇയാളെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നാളെ പണിമുടക്കും. ഏറ്റവും കുറഞ്ഞ വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ടാണ് സൂചന പണിമുടക്ക്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുന്നില്ലെന്നും മിനിമം വേതനം ഉയർത്തുന്നതിനായി നാളത്തെ സൂചനാ പണിമുടക്കിന് ശേഷം കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ വ്യക്തമാക്കി. നാളെ ആശുപത്രികളിലെ 3-ൽ 1 ജീവനക്കാർ ജോലിക്ക് കയറും. ബാക്കിയുള്ളവർ സൂചനാ സമരത്തിൽ പങ്കെടുക്കും. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിൽ സംസ്ഥാന സർക്കാരിനെതിരെ BJP രംഗത്ത്. അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കേരളം ഒരു സംസ്ഥാനം മാത്രമാണെന്ന് ഓർക്കണമെന്നും പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു. കേരളം ഒരു സംസ്ഥാനമാണ്, പ്രത്യേക രാജ്യമല്ല. ഇത്തരം സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും പ്രകാശ് ജാവ്ദേക്കർ ചൂണ്ടിക്കാട്ടി.